നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ റാഗി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയായ ഒരു സ്മൂത്തിയാണ്. ഒരുപാട് ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി നമുക്കുണ്ടാക്കി നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ സബ്ജ സീഡ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത്. ഇനിയൊരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് റാഗി പൊടിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾ റാഗിയ എടുക്കുന്നതെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഇത് ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കുറുക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതുപോലെ കുറുക്കിയെടുക്കാനായിട്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പം പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. 5 മിനിറ്റ് പോലും വേണ്ട. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിന് കിട്ടാനായിട്ട്. ഇനി ഇത് തണുത്ത് വരുമ്പം ഒന്നുകൂടെ ഇത് കുറുകി കിട്ടും. ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തതാണ്. ഇനി ഇതും കൂടി ഒന്ന് ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ള കാഷ്നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർത്തോ അല്ലാതെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് മധുരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഏലക്ക പൊടിയല്ലാതെ ഏലക്ക ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഐസ് ക്യൂബ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഇത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം തണുത്ത പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയായ റാഗി സ്മൂത്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ഒന്നുകിൽ പനങ്കൽക്കണ്ട് ചേർക്കാം, ഇല്ലെങ്കിൽ നല്ല ചെറുതൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.